വ്യാജ പീഡന കേസിൽ കോടതി വെറുതെ വിട്ട കൊച്ചി ചുള്ളിക്കൽ സ്വദേശി ഇബ്രാഹിം അബ്ദുള്ള യൂസഫ് പോലീസിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുന്നു. കേസിൽ നിന്ന് ഒഴിവാക്കാൻ കണ്ണമാലി പോലീസ് കൈക്കൂലി ആവശ്യപ്പെട്ടു എന്നും പരാതിയുണ്ട്. നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ ഇബ്രാഹിം അബ്ദുള്ള യൂസഫിനെ എറണാകുളം സെഷൻസ് കോടതി വെറുതെ വിടുകയായിരുന്നു. 2021 കണ്ണമാലി പോലീസാണ് കൊച്ചി ചുള്ളിക്കൽ സ്വദേശി ഇബ്രാഹിം അബ്ദുള്ള യൂസഫിനെ പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തത്. കേസിൽ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ പോലീസ് കൈക്കൂലി ആവശ്യപ്പെട്ടിരുന്നുവെന്ന് ഇബ്രാഹിം അബ്ദുള്ള യൂസഫ് 24നോട് പറഞ്ഞു. കൈക്കൂലി നൽകാൻ തയ്യാറാകാതിരുന്ന താൻ കോടതിയിലാണ് വിശ്വാസം രേഖപ്പെടുത്തിയത്. കുടുംബത്തിന്റെ പിന്തുണ ഇല്ലായിരുന്നുവെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് എത്തുമായിരുന്നുവെന്നും ഇബ്രാഹിം പറഞ്ഞു. എന്റെ കയ്യിൽ നിന്നും ഭീമമായ തുക തട്ടിയെടുക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ വെറും വ്യാജ പീഡന പരാതിയാണ്. 5 ലക്ഷം രൂപ വരെ എന്റെ ആവശ്യപ്പെട്ടു. എന്ത് വന്നാലും ഞാൻ ഇവർക്കെതിരെ വഴങ്ങാതെ ഇനി ഈ കേസ് എന്നെ ഈ കോടതിയിൽ നിന്ന് നിരവധികം വിടുകയും ചെയ്തു. ഞാൻ ഇതിൽ പ്രവർത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥരും ഇതിൽ കൂട്ടുനിന്നവരും സ്ത്രീ ഉൾപ്പെടെ ഞാൻ ഇവർക്കെതിരെ നിയമപരമായി ഏതറ്റം വരെ ഞാൻ പോകും. കേസിലെ വിചാരണ നടപടികൾക്കൊടുവിൽ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് കഴിഞ്ഞ ദിവസം ഇബ്രാഹിമിനെ കുറ്റവിമുക്തനാക്കിയത്. ഇതോടെയാണ് തന്നെ കേസിൽ കുടുക്കിയവർക്കെതിരെയും കൈക്കൂലി ആവശ്യപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും ഇബ്രാഹിം നിയമ പോരാട്ടങ്ങൾക്ക് ഒരുങ്ങുന്നത്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.